നമസ്കാരം. ഇന്ന് സ്ത്രീകൾ ഏകാന്തത അനുഭവിക്കുന്നത് ഒരു രോഗാവസ്ഥയിലോട്ട് പോകുന്ന വിധത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരിയും നമ്മളുടെ ക്ലിനിക്കിൽ കൗൺസിലിങ്ങിനായിട്ട് വരുന്നുണ്ട്. അവർ വരുമ്പോൾ തന്നെ ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഡിപ്രഷനാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഡിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഈ ഡിപ്രഷനുള്ള റീസൺ എന്താണ്? സർ ഒന്ന് വിശദമാക്കാം. ഇന്ന് സ്ത്രീകളിലുണ്ടാവുന്ന ഏകാന്തത, ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ്, ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. പ്രത്യേകിച്ചും വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകൾക്കാണ് കൂടുതലുള്ളത്. ഓഫീസിൽ പോകുന്ന സ്ത്രീകൾക്കും ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറയാൻ പാടില്ല. ഓക്കെ, സ്ത്രീകൾ നല്ല ഒരു ലിസണറാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവർ വീട്ടിന് വേണ്ടി ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. വീട്ടിലെ ഒരു 80% കാര്യങ്ങളിലും സ്ത്രീകളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യണത്. കുട്ടികളെ നോക്കുക, പാചകം ചെയ്യുക, കുറേ ഒരു മേഖലയുണ്ട്. വീട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ജെൻസ്, ഹസ്ബൻഡ്സ് വിചാരിക്കും അവരാണ് ഏറ്റവും കൂടുതൽ വീട്ടിലേക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, പൈസ കൊണ്ടുവരുന്നു. പക്ഷെ അതിൻ്റെ ഒരു 5 ഇരട്ടി സ്ത്രീകളാണ് വീട്ടിൽ ശരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ആ കാര്യങ്ങൾ ചെയ്തിട്ട് അവർക്ക് അർഹിക്കുന്ന ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു അക്നോളജ്മെൻറ്റ് കിട്ടിയില്ലെങ്കിലാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ, എനിക്കതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല എന്നാലോചിച്ച് അവർക്ക് എപ്പോഴും ഒരു സ്ട്രെസ് വരും. ഇത് മാറ്റാനായിട്ട് സ്വയമായിട്ട് ഇൻകം കിട്ടുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വളരെ അത്യാവശ്യമായിട്ട് വേണം. ഒരു ആക്ടിവിറ്റി ഇല്ലാതിരിക്കുമ്പോഴാണ് ഇത്തരം ചിന്തകൾ ഏറ്റവും കൂടുതൽ കടന്നു കൂടുന്നത്. വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, എന്നിട്ട് അവസാനം അർഹിക്കുന്ന ഒരു അക്സെപ്റ്റൻസ് കിട്ടിയില്ല എന്ന് അവർക്കൊരു ചിന്ത പലപ്പോഴും കടന്നു കൂടും. ജോലി ചെയ്യുന്ന ഭർത്താവ് അവിടുത്തെ ഒരു സ്ട്രെസ്സും അതെല്ലാം എടുത്തിട്ട് വീട്ടിൽ വന്ന് ഇരിക്കുമ്പോൾ ഒരു പക്ഷേ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കാൻ ആവശ്യത്തിന് സമയവും ഒരു സംസാരിക്കാനൊരു മൂഡും കിട്ടാറില്ല. ഇത് ശരിക്കും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ഓരോ സ്ത്രീക്കും ഓരോ പുരുഷനും ഡിഫറെൻറ്റ് കാരണങ്ങളാണുള്ളത്. ഈ കാരണം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഏതാണ്ട് ഒരു കാര്യം പറയാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു ഗൈഡ് ആവശ്യമുണ്ട്. നല്ലൊരു സൈക്കോളജിസ്റ്റിനെയോ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ആളിനെ പോയി കണ്ടാൽ അവർ കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് തരും, എങ്ങനെ ഫാമിലി ലൈഫ് കറക്റ്റായിട്ട് പോകണം. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ഇരുന്ന് തമ്മിൽ ഒരു സംസാരിക്കണം. ഒരു സംസാരം കുറയുമ്പോഴാണ് ഈ പറയുന്ന ഡിപ്രഷനും ഏകാന്തതയും എല്ലാം വരുന്നത്. ഒരു എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ഫീലിംഗ് വരും. മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ് ഇതിൽ? സാർ പറയുന്നത് കറക്റ്റാണ്, 100% കറക്റ്റാണ്. പിന്നെ സാർ ആദ്യം പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഇപ്പോൾ സ്ത്രീകൾ ഇപ്പോൾ നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലേ? അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ കല്യാണം, ആഫ്റ്റർ മാരേജ്, കുട്ടികളായി, പിന്നെ അവരുടെ പരിപാലനമായി. ആദ്യ ഘട്ടങ്ങളിലൊക്കെ അവർ വളരെ സന്തോഷവതികളായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്തു, ഹസ്ബൻഡ്, ആ ഫാമിലി, പിന്നെ കുട്ടികളായി, അവരുടെ സന്തോഷം. പക്ഷേ കുട്ടികൾ വളർന്നു വരുമ്പോൾ കുറച്ച് ആയിക്കഴിഞ്ഞ് പിന്നെ അവർ മുന്നത്തെ പോലെ എല്ലാം അച്ഛനെയും അമ്മയും ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നവരല്ല ഇന്നത്തെ കുട്ടികൾ പ്രത്യേകിച്ചും. അങ്ങനെ വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നത് അമ്മമാരാണ്, ഈ ജോലി ഇല്ലാത്ത അമ്മമാരാണ്. ഇത്രയും നാൾ കഴിഞ്ഞ് വന്നതെന്ന് വെച്ചാൽ ഹസ്ബൻഡ്, കുട്ടികൾ ആ ഒരു സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ പാരൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റത്തിലായിരിക്കും വന്നത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വലുതായി വന്ന് അവരുടെ സ്പേസിലോട്ട് പോകുമ്പോൾ ഒറ്റപ്പെടുന്നത് മിക്കവാറും അമ്മമാരായിരിക്കും. അച്ഛനൊക്കെ ആകുമ്പോഴത്തേക്കും ജോലി, ഹസ്ബൻഡ് ആകുമ്പോൾ ജോലി ഉണ്ടാവും. ജോലി ഇല്ലെങ്കിൽ തന്നെ ജോലി കഴിഞ്ഞാലും അവർക്ക് അവരുടേതായ ഫ്രണ്ട്സ്, ജെൻസൊക്കെ അങ്ങനെയാണല്ലോ, ഫ്രണ്ട്സുമായിട്ട് ഒത്തുകൂടാം, അങ്ങനെ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ജോലിയിലോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. അല്ല എങ്കിൽ അവർക്ക് തന്നെ ഒരു ഹോബി ഉണ്ടാവും. എന്തെങ്കിലും വെച്ചാൽ ഒത്തിരി പേര് ഇപ്പോൾ വെച്ചാൽ കുക്കിംഗ് ഒക്കെ വലിയ ഇഷ്ടമായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മിക്കവാറും കേക്ക് ബേക്കിംഗ് ഒക്കെ ഉണ്ട്. ഒത്തിരി ഗ്രൂപ്പ്സൊക്കെ വരുമ്പോൾ അതിലോട്ട് കൊടുക്കാം, അല്ലേ? അപ്പോൾ ആ ഗ്രൂപ്പിൽ ഫ്രണ്ട്സിന് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബർത്ത്ഡേ എന്തെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് കേക്ക് ഓർഡർ ചെയ്യാം, കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എന്താ ഓരോരുത്തരുടെ ഹോബി, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് എന്താണ് സ്പെഷ്യൽ ഒരു എബിലിറ്റി ഉള്ളത്, ഒരു കഴിവുള്ളത്, അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകാനായിട്ട് ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് വേണം, അല്ലേ? കുറച്ച് ഹോബീസിനെ പറ്റി മാഡത്തിന് പറയാമോ? ഉറപ്പായിട്ടും.
ഇപ്പോൾ ഒത്തിരി പേര് ഈ ഫ്ലവേഴ്സൊക്കെ മേക്ക് ചെയ്യുന്ന അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവും. സ്റ്റിച്ചിങ് ഉണ്ടാവും. സ്റ്റിച്ചിങ് എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ സർ, ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ ജെൻസിലും ലേഡീസും ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രായത്തിനൊരു പരിധിയൊന്നുമില്ല. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾക്ക് ഫാമിലിക്ക് നമ്മൾക്ക് വേണ്ടി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. മറ്റുള്ളവർക്ക് കൊടുത്ത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. ഒരു ബ്ലൗസ് തയ്ക്കാൻ തന്നെ നമ്മൾക്ക് ഒരു 500 രൂപയിലധികം ചിലവാകുന്നുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ യൂണിറ്റ് ഒന്നും വേണ്ട, ഒരു മെഷീൻ മതി. ആ മെഷീൻ മതി. അതുവഴി നമ്മൾക്ക് ഒത്തിരിയും ഒരു അത്യാവശ്യം നമ്മളുടെ കാര്യങ്ങളൊക്കെ ഓരോ ലേഡിക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വരുമാനം തീർച്ചയായിട്ടും അതിൽ ഉണ്ടാക്കാനായിട്ട് കഴിയും. അത് ചെയ്യാം. അതുപോലെ അവർക്ക് ഡാൻസ് പഠിക്കാം, പാട്ട് പാടാം, ജിമ്മിൽ പോവാം, യോഗ ചെയ്യാം. അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലൊരു ചേഞ്ച് വരുത്താം. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ മുന്നത്തെ പോലെയല്ല. മുന്നെന്ന് വെച്ചാൽ പിന്നെ സ്ത്രീകളധികം ജിമ്മിലൊന്നും പോകാറില്ല. അതിന് റീസൺ എന്ന് പറഞ്ഞാൽ വീട്ടിലെന്ന് പറയുമ്പോഴത്തേക്കും അടുപ്പിലായിരിക്കും പാചകം ചെയ്യുന്നത്, അരകല്ലായിരിക്കും അരയ്ക്കുന്നത്, ആട്ടുകല്ലാണ് ആട്ടി മാവെടുക്കുന്നത്, പിന്നെ ഇടിക്കുന്നത് അരിയൊക്കെ വീട്ടിൽ തന്നെയാണ് ഇടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മുറ്റം അടിക്കുന്നു, ഇങ്ങനെ ഒത്തിരിയും ജോലിയുണ്ട്. ആക്ച്വലി ഇപ്പോൾ വെച്ചാൽ മുറ്റം എന്ന് പറയാനായിട്ട് അങ്ങനെ വലിയ സംഭവമൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് കോൺക്രീറ്റും ടൈൽസും ഒക്കെ ഇട്ട് നീറ്റാക്കി വെച്ചിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ മുന്നേ അങ്ങനെയല്ല. നമ്മൾ മുറ്റം തൂക്കും, അപ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു ചെടികൾ, പൂൾച്ചെടികളൊക്കെ വളർന്ന് വരും, അതിനെ പിച്ചും, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു എക്സസൈസ് തന്നെയായിരുന്നു അന്ന് സ്ത്രീകൾക്ക്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു എക്സസൈസ് ഇല്ല. അന്നൊരു 3-4 മണിക്കൂർ ചെയ്യുന്ന ജോലി ഇന്ന് സ്ത്രീകൾ അരമണിക്കൂറിൽ ചെയ്ത് തീർക്കുവാണ്. അന്ന് നമ്മൾക്ക് ഈവൻ നമ്മൾക്ക് അടുപ്പ് കത്തിക്കണമെങ്കിൽ വിറക് വേണം. അതിലേക്ക് വേണ്ടി തന്നെ ഓലയുണ്ടെങ്കിൽ ഓല കട്ട് ചെയ്യുക, അതിൻ്റെ പിന്നെ മടലെടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില്ലകളൊക്കെ എന്തെങ്കിലുമൊക്കെ ശേഖരിച്ച് കൊണ്ടുപോവുക. ഈവൻ ആ ഉണക്ക നമ്മളുടെ ഇലകൾ പോലും കൊണ്ടുവന്നിട്ട് കത്തിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരിയും ജോലിയുണ്ട്, അവർക്ക് സമയമില്ല. ആക്ച്വലി രാവിലെ ഉറക്കം എണീച്ച പറഞ്ഞ പോലെ വൈകിട്ട് വരെ അവർക്ക് ജോലിയായിരിക്കും. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴായിരിക്കും അവർ കുളിച്ച് നിൽക്കുന്നത്. അപ്പോഴായിരിക്കും അവർ ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നത് അപ്പോഴായിരിക്കും, ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കുന്നത്. അത്രയും ജോലിയുണ്ട്, എക്സസൈസ് ആവശ്യമില്ല. അവർക്ക് സമയം പോകുന്ന അറിയില്ല. അവർ ഫുള്ളി അങ്ങനെ എൻജോയ് ചെയ്താണ് അങ്ങനെ പോകുന്നത്. ബേസിക്കലി അവർ എല്ലാ കാര്യത്തിലും ഫുൾ ഡേ എൻഗേജ്ഡ് ആണ്. ആലോചിക്കാൻ സമയമില്ല. അതെ. ഞാനത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ മമ്മി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഞാൻ ഹൗസ് വൈഫായിരുന്നു, ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് ഞാനും അത് ആസ്വദിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയ കാര്യം. പക്ഷെ ഞങ്ങൾ വലുതായി വന്നപ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു എന്താ പറയുക, എല്ലാ രീതിയും മാറിക്കൊണ്ടിരിക്കുമല്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അന്നത്തെ പുക അടുപ്പല്ല, പിന്നെ അങ്ങ് സ്റ്റൗ ആയി, അത് കഴിഞ്ഞിട്ട് ഗ്യാസായി. ഇപ്പം എന്താ വേണ്ടത് എല്ലാം നമ്മൾക്ക് ഫിംഗർ ടിപ്പിലുണ്ടെന്ന് മൊബൈൽ ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മളുടെ വീട്ടിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. കിണറിൽ നിന്ന് വെള്ളം കോരേണ്ട ആവശ്യമില്ല. അന്നൊക്കെ എന്ന് വെച്ചാൽ കിണറിൽ നിന്ന് വെള്ളം കോരിട്ടായിരിക്കും പഴയ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ട് കോരുക, പിന്നെ അതിനെ കൊണ്ട് പിന്നെ ഒഴിക്കുക. അപ്പോൾ നമ്മൾ വെയിറ്റ് എടുക്കുന്നുണ്ട്. എല്ലാ ജോലിയും നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അപ്പോൾ അതിന് വേണ്ടി സ്ത്രീകൾക്ക് തന്നെ ഒത്തിരി അസുഖങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോള്, ഇങ്ങനെ ഒത്തിരിയും പ്രശ്നങ്ങളും, പിന്നെ ഇന്നത്തെ ഫുഡ് ഹാബിറ്റ് അനുസരിച്ചിട്ട് അല്ലാണ്ട് തന്നെ ഒത്തിരിയും ഇഷ്യൂസും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് മാറ്റി ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ജിമ്മിലൊക്കെ പോവുക. അത് ജിമ്മിൽ പോകുമ്പോൾ കുറച്ച് മുന്നത്തെ പോലെയല്ല. ഇപ്പോൾ സ്ത്രീകളൊക്കെ ജിമ്മിൽ വരുന്നുണ്ട്, അവിടെ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാകും. ഇപ്പോൾ രാവിലെ ഉറക്കം എണീക്കാനും, പക്ഷേ കുട്ടികളൊക്കെ വളർന്ന് വലുതായി ജോലിക്കൊക്കെ പോയി തുടങ്ങി കാണും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവർ വേറെ വീട്ടിൽ താമസിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒറ്റപ്പെടൽ ഉണ്ടാവാതിരിക്കാൻ രാവിലെ എണീച്ച് നമ്മൾ 2 കാര്യമാണ്, മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവും. മെൻ്റലി എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ ആകുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരെ കാണും, സംസാരിക്കും, നമ്മൾ അവരുടെ കൂടെ എക്സസൈസ് ചെയ്യും, നമ്മളുടെ ഹെൽത്തും ഇമ്പ്രൂവ് ആവും, നമ്മളുടെ മെൻ്റൽ ഹെൽത്തും ഇമ്പ്രൂവ് ആവും. അതുപോലെ എനിക്കൊരു അഭിപ്രായമുള്ളത്, ഫ്രീ ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പാഷനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. മാഡം നേരത്തെ പറഞ്ഞ പോലെ ടൈലറി, സ്റ്റിച്ചിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓൺലൈൻ ചെയ്യാൻ പറ്റുന്ന കുറേ ജോലികളുണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ ടൈം ഒന്ന് മാറ്റി വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിപ്രഷൻ, അങ്ങനെ ഒരു സ്ട്രെസ് വരേണ്ട ആവശ്യം ഇല്ല. ഐഡിൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നാണ്. കാരണം വെറുതെ ഇരിക്കുന്ന സമയത്ത് അലസമായിരിക്കുന്ന മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുര. അപ്പോൾ നമ്മൾ ആ ഫ്രീ ടൈം ഇല്ലാതെ ആ ടൈം എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പഠിച്ചാൽ കുറേയൊക്കെ ഇതിൽ നിന്ന് മാറ്റാൻ പറ്റും.
പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സ്ത്രീകൾ പ്രധാനമായിട്ടും പലരും വിചാരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ട ഒരു വസ്തു ആണെന്നാണ് വിചാരിക്കുന്നത്. തെറ്റാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യം ജീവിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടത്തുള്ളൂ. ഹസ്ബൻഡിന് വേണ്ടി ജീവിക്കുക, കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുക, തീർച്ചയായിട്ടും അവർ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. സ്ത്രീകൾ പലപ്പോഴും പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, മുട്ടുവേദനയുണ്ട്, ബാക്ക് പെയിനുണ്ട്, ഇവരിതൊന്നും കണക്കാക്കാറില്ല. പല അസുഖങ്ങളുമുണ്ട്, കണക്കാക്കാറില്ല. ഒരു സമയത്ത് കഴിയുമ്പോൾ ഇത് വലിയ ചലഞ്ചായിട്ട് മാറും. ഇത് കൂടിക്കൂടി കുറേ അസുഖം ഡെവലപ്പ് ചെയ്ത് പിന്നെ അവർ ബെഡ് റിഡനായിട്ട് മാറും. ആ അവസ്ഥയിൽ അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ല. അതുകൊണ്ട് അവരുടെ കാര്യം കൂടി തീർച്ചയായിട്ടും പ്രയോറിറ്റൈസ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം സ്വന്തമായിട്ട് അവർക്ക് ഒരു സെൽഫ് ലവ് വേണം. സ്വന്തമായിട്ട് അവർക്ക് അവരെ പറ്റിയിട്ടൊരു സ്നേഹം വേണം. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ സ്വയം സ്നേഹിക്കാൻ പഠിക്കണം. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഹാവ് സെൽഫ് ലവ്. സർ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടുന്ന നമ്മളെല്ലാവരും തന്നെ നമ്മൾ സെൽഫ് ലവ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. എന്നുവെച്ചാൽ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ നോർമലി നമ്മൾ സ്നേഹിക്കുന്നത് ഹസ്ബൻഡിനെ, നമ്മളുടെ അച്ഛനെ, അമ്മേനെ, പിന്നെ മക്കളെയൊക്കെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി നല്ല ഫുഡ്, അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യം നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് ഫസ്റ്റ് നമ്മൾ തുടങ്ങിക്കൂടാ? അപ്പം നമ്മൾ നന്നാകുമ്പോഴത്തേക്കും നമുക്ക് അവരെ കുറച്ചും കൂടെ നന്നാക്കാനായിട്ട് കഴിയും, അല്ലേ? അങ്ങനെയല്ലേ, സ്നേഹിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ മനസ്സും ശരീരവും നമ്മൾ കുറച്ചും കൂടെ ഉന്നത്തെക്കാളും നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ഡിപ്രഷൻ എന്ന സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഓക്കെ, താങ്ക് യു.